ഇപ്പൊ ഏതൊക്കെ സിനിമയിൽ തല കാണിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാലും മമ്മൂക്കയുടെ സിനിമയിൽ അഭിനയിച്ചതാണ്. ഇനി മുതൽ കോമ്പിനേഷൻ ഇല്ലെങ്കിലും അറിയപ്പെടാൻ പോണതിന് ബസൂക്കയിൽ അഭിനയിച്ചു എന്നുള്ള നിലയിൽ പേര് മാറും. ബസൂക്ക അണ്ണനായിട്ട് മാറും, അത് പറയാൻ പറ്റില്ല. അപ്പോൾ ലാലേട്ടൻ ഫാനായിട്ടുള്ള അണ്ണൻ മമ്മൂക്കയുടെ പടത്തിലൂടെ ഇപ്പം ഇങ്ങനെ ഒരു ഇൻട്രൊഡക്ഷൻ കിട്ടുമ്പോൾ എന്താണ് തോന്നുന്നത്? എങ്ങനെയാണ് സന്തോഷം? വളരെ സന്തോഷം തോന്നുന്നു. ഇത്രയും വലിയൊരു ആക്ടറും ഇത്രയും വലിയ സ്റ്റാർ ആളാണ്. എനിക്ക് പുള്ളി നല്ല അഭിപ്രായം തന്നെയുള്ളൂ. പുള്ളിയുടെ സിനിമയിൽ ചാൻസ് കിട്ടിയത് വളരെ അറിയാം. നമ്മൾ ലാലേട്ടൻ ഫാൻ്റെ ലാലേട്ടൻ്റെ ഒരു സിനിമയിൽ നമുക്ക് അഭിനയിക്കാൻ പറ്റിയില്ല. മമ്മൂക്ക അങ്ങനെ ചാൻസ് തന്നു, വളരെ നന്ദി. മമ്മൂട്ടി എല്ലാ ആൾക്കാരെയും വ്യൂ ചെയ്യുന്ന ആളാണ്. എല്ലാ ചെറിയ ചെറിയ ആൾക്കാരെ പോലും പുള്ളി ഒബ്സർവ് ചെയ്യുന്ന ആളാണ്. അപ്പോൾ മമ്മൂക്ക അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ആറട്ടണ്ണന് അങ്ങനെ ഒരു അവസരം കിട്ടിയിരിക്കുന്നത് അല്ലേ? എനിക്കതിനെക്കുറിച്ച് അറിയില്ല. അവർ പ്രൊഡക്ഷൻ കൺട്രോൾ വിളിച്ചാണ്. മെയിൻലി എൻ്റെ അഭിനയ കഴിവുകൊണ്ടൊന്നല്ല, എൻ്റെ പോപ്പുലാരിറ്റി കൊണ്ടാണ് വിളിച്ചത്. നമുക്ക് അറിഞ്ഞുകൊണ്ടും അറിയില്ല. പക്ഷേ പുള്ളിക്ക് ഞാൻ പിൻവാങ്ങിയതും പുള്ളി ചിലപ്പോൾ ശ്രമിച്ചിട്ടുണ്ടോ. അപ്പോൾ പിൻവാങ്ങിയിട്ട് അവർ ആഡ് ചെയ്തു, അതിൽ എനിക്ക് നന്ദിയുണ്ട്. നല്ലൊരു ടീമാണ് അവർ. ടീമല്ലേ? പുതിയൊരു സംവിധായകനാണല്ലോ, നല്ലൊരു എനിക്ക് പടം ഷൂട്ട് ചെയ്യുമ്പോൾ ഉറപ്പായി നന്നായിട്ട് ഓടും. നല്ല കാരണം അങ്ങനത്തെ ടീമാണത്. കാരണം ബസൂക്കക്ക് നല്ല റെസ്പോൺസ് വന്നിരിക്കുന്നത്. ടൈറ്റിൽ കാർഡൊക്കെ ഒരു രക്ഷയില്ല, കിട്ടില്ല മാസമാണ്. പടം ഡിഗ്രേഡ് ആവുമോ? അതെന്താ അങ്ങനെ? ചില ആൾക്കാർ പറയും ഞാൻ അഭിനയിച്ചുകൊണ്ട് ചില ഡിഗ്രേഡ് ചെയ്യാൻ നോക്കണമെന്നുള്ള. എനിക്ക് പടം നന്നായിട്ട് തോന്നിയ ഞാൻ നിഷ്പക്ഷമായ റിവ്യൂ പറയും. ബാഡ് ബോയ്സ് സിനിമ ഞാൻ അഭിനയിച്ച പടമാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, ഞാൻ മോശം റിവ്യൂ പറഞ്ഞതാണ്. ബസൂക്ക് ഇഷ്ടപ്പെട്ടു. അഭിനയിച്ചതായതുകൊണ്ടല്ലോ എനിക്ക് ഒട്ടും ലാഗ് തോന്നിയില്ല. വളരെ ത്രില്ലറായിട്ട് സ്റ്റൈലിഷ് ആയിട്ട് ഈ റോൾ മമ്മൂട്ടിക്ക് ചെയ്യാൻ പറ്റില്ല, വേറെ ആർക്കും പറ്റില്ല.